പരമകാരുണികനായ കർത്താവിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി തന്നെത്താൻ പ്രായശ്ചിത്തമായി അർപ്പിച്ച ദൈവപുത്രൻ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും ഒരിക്കൽ കൂടെ ആദരവോടെ അറിയിക്കട്ടെ. ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാരോടും യേശുവിന്റെ രക്തത്തിന്റെ വിലകളായ വിശുദ്ധന്മാരോടും ചേർന്നുള്ള ഈ കൂട്ടായ്മയിൽ ഞാനും വളരെ സന്തോഷിക്കുന്നു. ഒരുമിച്ച് നൽകപ്പെടുന്ന ഈ കൂട്ടായ്മകൾ തികച്ചും നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹപ്രദമാണ്. കർത്താവ് ഇങ്ങനെ കൂട്ടായ്മയ്ക്കായി നമ്മെ എല്ലാവരെയും ഒരുക്കിയെടുക്കുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം നാം അതിൻ്റെ 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ദീർഘദിവസങ്ങൾ ചിന്തിച്ച് പഠിച്ചു വന്നത്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചു. നാം ആ സമയത്ത് കണ്ടു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള അല്ലെങ്കിൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. 4 മുതൽ 1-ാം അധ്യായം മുഴുവനും ദൂതന്മാരെക്കാൾ യേശു ശ്രേഷ്ഠനാണ് എന്ന് പറയുന്നു. 3-ാം അധ്യായത്തിൽ മോശ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്ന ഒരു ആശയം നമുക്ക് കാണാം. ആ ആശയം അവതരിപ്പിച്ചതിന് ശേഷം ലേഖകൻ പറയുന്നു, യേശു മോശയെക്കാളും വലിയവൻ. മനസ്സിലായല്ലോ? സ്തോത്രം. പ്രവാചകന്മാരെക്കാൾ യേശു വലിയവൻ എന്ന് പറയുന്നത് പ്രധാനമായും പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെടുത്തിയാണ്. The apostle says the superiority of Jesus Christ over the Old Testament prophets in regard with divine revelation. The revelation of God in the Old Testament through the prophets were partial, and it was progressive. But the apostle says God revealed himself in and through Jesus as the last, final, and fullest revelation. പഴയ നിയമ പ്രവാചകന്മാരിലൂടെ ദൈവം ഭാഗം ഭാഗമായും വിവിധമായും ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി. എന്നാൽ യേശുക്രിസ്തു ദൈവത്തിൻ്റെ അന്തിമവും പരമവുമായ വെളിപ്പാടാണ്. ക്രിസ്തുവിലൂടെ ദൈവം തന്നെ തന്നെ പൂർണ്ണമായും പരമമായും അന്തിമമായും വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ ദൈവീക വെളിപ്പാടിൻ്റെ വിഷയത്തിൽ യേശുക്രിസ്തു പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ. ഇതാണ് 1-ാം അധ്യായത്തിലെ ആദ്യ ഭാഗത്തെ വിവരണം. 2-ാം ഭാഗത്ത് അപ്പോസ്തലൻ പറഞ്ഞത് ആരാധനയുടെ വിഷയത്തിൽ, നിത്യത്വത്തിൻ്റെ വിഷയത്തിൽ, പുത്രത്വത്തിൻ്റെ വിഷയത്തിലൊക്കെ യേശു ദൂതന്മാരെക്കാൾ വലിയവൻ. ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, അതല്ല നമ്മൾ പഠിച്ചതാ.
in regard with eternity, sonship, and so on. Jesus is superior to the angels. Now in chapter 3, the apostle says, Moses is greater than the holy angels. അങ്ങനൊരു വാക്യമില്ല, പക്ഷേ ആശയം അതാണ്. There is no particular verse in chapter 3 which says Moses is greater than the angels, but the idea is there. And this was even the concept of Jews. യഹൂദന്മാരുടെ ഒരു ചിന്താഗതിയും ഇങ്ങനെ തന്നെയായിരുന്നു. അതേക്കുറിച്ച് നമ്മൾ കണ്ടു. ജോസ് ബെൻ എന്ന് പറയുന്ന റബ്ബി 2-ാം നൂറ്റാണ്ടിൽ ആ കാര്യം പൊതുവായിട്ട് പ്രസ്താവിച്ചതും യഹൂദന്മാർ അങ്ങനെ കരുതിപ്പോന്നതുമൊക്കെ. പക്ഷേ അതിനുശേഷം അപ്പോസ്തലൻ പറയുകയാണ്, യഹൂദനെ സംബന്ധിച്ച് മോശ ദൂതന്മാരെക്കാൾ വലിയവൻ എന്നിരിക്കെ യേശുക്രിസ്തു ഈ മോശയേക്കാൾ വലിയവൻ. മോശ ദൈവത്തിന്റെ ഭവനത്തിലെ ഭൃത്യനായിരുന്നെങ്കിൽ യേശു ദൈവഭവനത്തിലെ അധികാരിയായ പുത്രനായിരുന്നു. അത്രയ്ക്ക് വ്യത്യാസമുള്ള. If Moses was a servant in the house of God and he served faithfully, Jesus is the heir, the very Son of God, Son of the house. ആ ഒരു താരതമ്യമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുക. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലത, യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത, യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത. നമ്മൾ സംഖ്യാപുസ്തകം 12:7 നിന്നും മിനിയാന്ന് വായിച്ചിരുന്നല്ലോ. സ്തോത്രം. ദൈവഭവനത്തിലൊക്കെ മോശ വിശ്വസ്തനായിരുന്നു എന്നുള്ള ഉദ്ധരണി. അവിടെ നിന്നുമാണ് 3-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലൻ ആ ഉദ്ധരണി ഉദ്ധരിക്കുന്നത്. അതോടൊപ്പം നമ്മൾ നേരത്തെ ശനിയാഴ്ച വായിച്ചതുപോലെ എക്സോഡസ്, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, 33:11, 33:11. The Lord would speak to Moses face to face, as a man speaks with his friend. Then Moses would return to the camp. Enough. God spoke to Moses face to face, as two friends talk each other. സ്നേഹിതന്മാര് പരസ്പരം സംസാരിക്കുന്നത് പോലെ മോശയും ദൈവവും മുഖാമുഖം സംസാരിച്ചു എന്നാണ് നാം കാണുന്നത്. ദാറ്റ് ഈസ് ദ സുപ്പീരിയോറിറ്റി ഓഫ് മോസസ്. മോശയുടെ ശ്രേഷ്ഠതയാണത്. മോശയുടെ ശ്രേഷ്ഠതയാണ്. ആവർത്തന പുസ്തകം 34:10 കൂടെ, ഡ്യൂട്ടറോണോമി 34:10, 34:10 ആവർത്തന പുസ്തകം. Since then, no prophet has risen in Israel like Moses, whom the Lord knew face to face. Superiority of Moses even over all the prophets. Even we can say over the holy angels. വിശുദ്ധ ദൂതന്മാരെക്കാളിലും മറ്റേതൊരു പ്രവാചകനേക്കാളിലും മോശയുടെ ശ്രേഷ്ഠതയാണിത്.
സ്തോത്രം. ദൈവത്തോട് മുഖാമുഖം സംസാരിക്കുന്നു. ദൈവം മുഖാമുഖം അടുത്തറിഞ്ഞ മോശ. സ്തോത്രം. സംഖ്യാപുസ്തകം 12:6 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളും കൂടെ വായിക്കാം. Numbers 12:6-8. He said, "Listen to my words. When a prophet of the Lord is among you, I reveal myself to him in visions. I speak to him in dreams. But this is not true of my servant Moses. He is faithful in all my house. With him I speak face to face, clearly and not in riddles. He sees the form of the Lord. Why then were you Enough, not enough, afraid?" enough. See, ഇവിടെ ദൈവം തന്നെ നേരിട്ട് പറയുക. Miriam, the revolt of Miriam is the background, the context. മോശയുടെ ചേച്ചി മിരിയാമിൻ്റെയൊക്കെ മത്സരമാണ് ഇവിടുത്തെ പശ്ചാത്തലം. ദൈവം നേരിട്ട് കേസെടുത്തത് മോശയ്ക്ക് വേണ്ടി, തൻ്റെ ചേച്ചിയോടും തൻ്റെ സഹോദരങ്ങളോടും ഒക്കെ. അപ്പം ദൈവം തന്നെ പറയുകയാണ്, ഞാനൊരു പ്രവാചകനോട് സംസാരിച്ചാൽ എങ്ങനെയാ സംസാരിക്കുന്നത്? Dreams So- and visions. Yeah, dreams and visions. സ്വപ്നങ്ങളിലും ദർശനങ്ങളിലും കൂടെയാണ് ഞാൻ ഒരു പ്രവാചകന് എന്തെങ്കിലും കാര്യമൊക്കെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ദൈവം തന്നെ പറയുക. പക്ഷേ മോശയോടുള്ള ബന്ധത്തിൽ അങ്ങനെയല്ല. എൻ്റെ ദാസനായ മോശയ്ക്ക് ഞാൻ സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയുമല്ല വെളിപ്പാടുകൾ കൊടുക്കുന്നത്, മുഖാമുഖമാണ്, ഫേസ് ടു ഫേസ്. These things are the unique position Moses held in the history of Israel. ഇസ്രായേലിയ ചരിത്രത്തിൽ അവരുടെ the history of the nation Israel, the history of the religion of Israel, ഇസ്രായേലിൻ്റെ ആത്മീയ ചരിത്രത്തിലും ഇസ്രായേലിൻ്റെ ദേശീയ ചരിത്രത്തിലും ഒക്കെ മോശയുടെ അഗ്രഗണ്യത ഈ വിഷയത്തിലാണ്. സ്തോത്രം. ദൈവം മോശയോട് സ്നേഹിതനെ പോലെ മുഖാമുഖം സംസാരിച്ചു. That intimacy with God, without any barrier, the maximum a man can be in approachability to God, accessibility to God, that maximum Moses was in relation with God. ഒരു മനുഷ്യന് ദൈവത്തോട് എന്തുമാത്രം അടുക്കാൻ പറ്റുമോ അത്രയും അടുത്ത് മോശ ദൈവത്തോട് ഇടപെട്ടു, അല്ലെങ്കിൽ ദൈവം മോശയോട് ഇടപെട്ടു. സ്തോത്രം. പുറപ്പാട് 33-ാം അധ്യായം വായിക്കുമ്പം എനിക്കങ്ങ് തോന്നിപ്പോവുക, ദൈവം ഒത്തിരി അങ്ങ് മോശയെക്കുറിച്ച് ഇമോഷണലായി പോയോ എന്ന് പോലും. വികാരഭരിതനായി ദൈവം തീർന്നു എന്ന് പോലും തോന്നുമാറാണ് 33-ാം അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. മോശയോട് ദൈവം സംസാരിക്കുന്നതൊക്കെ ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. സ്തോത്രം. അപ്പൊ ദൈവം മോശയോട് ഒത്തിരി അടുത്തു. ഭയങ്കര ആഴമേറിയ ബന്ധം. സ്തോത്രം. മിക്ക സമയങ്ങളിലും ദൈവവും മോശയും തമ്മിൽ സംസാരിക്കുക.
ശബ്ദം കേട്ടപ്പോഴേ ഇസ്രായേലിൽ പറഞ്ഞു, ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട, മോശ നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. സ്തോത്രം. അങ്ങനെയാണ് പിന്നെ മോശയെ ദൈവം പർവ്വതത്തിലേക്ക് വിളിച്ചതും ദൈവം തന്നെ തന്നെ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തതൊക്കെ. അപ്പോൾ അങ്ങനെ ദൈവത്തോട് അടുത്ത മോശയെ പോലെ വേറെ ഒരാൾ ഇസ്രായേലിലെ ചരിത്രത്തിലില്ല, ഇൻക്ലൂഡിങ് എബ്രഹാം. അബ്രഹാം ഉൾപ്പെടെ ആരും അക്കൂട്ടത്തിലില്ല. സ്തോത്രം. ആ കാര്യമാണ് ഇവിടെ അപ്പോസ്തലൻ യഹൂദ ക്രിസ്തീയ വിശ്വാസികളെ പറഞ്ഞ് ധരിപ്പിക്കുന്നത്. മോശയെ ഇവിടെ ചെറുതാക്കിയില്ല, യേശുവിനെ വലുതാക്കിയതേ ഉള്ളൂ. സ്തോത്രം. മോസസ് ഈസ് നോട്ട് ഡിമിനിഷ്ഡ് ഹിയർ. മോശ ഇവിടെ ചെറുതാക്കിയിട്ടൊന്നും പറഞ്ഞില്ല. മോശയ്ക്ക് ഉള്ള വലിപ്പം തന്നെ കൊടുത്തു, ഒട്ടും വലിപ്പം കുറച്ചില്ല. പക്ഷേ യേശുവിൻ്റെ വലിപ്പം ഒത്തിരി അങ്ങ് വലുതാക്കി. ഊതിപ്പെരിപ്പിച്ചതൊന്നുമല്ല. നോട്ട് an exaggerated form of glory. Without diminishing Moses, his uniqueness, his supremacy, his importance to Jews, the writer of the Hebrews exalted Jesus as he is exalted. Praise God. He increasingly demonstrated Jesus Christ to this doubting, backsliding, slothing Jewish Christians. പിന്മാറിക്കൊണ്ടിരിക്കുന്ന, വിശ്വാസക്കപ്പൽ പതിയെ പതിയെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന യഹൂദന്മാരുടെ മുമ്പിൽ, യഹൂദ ക്രിസ്ത്യാനികളുടെ മുമ്പിൽ അവരുടെ നായകനായ മോശയെ ഒട്ടും കുറച്ച് കാണിക്കാതെ യേശുക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി കാണിക്കുകയാണ് ഇവിടെ. സ്തോത്രം. ആവർത്തിക്കുന്നതിൽ ക്ഷമാപണം. കഴിഞ്ഞ ലെസണിൽ, കഴിഞ്ഞ ചാപ്റ്ററിൽ 2-ാം അധ്യായത്തിൽ വെച്ച് നമ്മൾ പഠിച്ചതുപോലെ പിന്മാറ്റക്കാർക്ക് മടങ്ങി വരുന്നതിനുള്ള ഏറ്റവും നല്ല മരുന്ന് യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ പ്രസ്താവിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ലുക്കിംഗ് or letting people to look unto the crucified Christ, the exalted Christ, is the sole remedy to bring the backsliders back to the fold of God. ദൈവത്തിൻ്റെ തൊഴുത്തിലേക്ക് പിന്മാറ്റക്കാരെ മടക്കി വരുത്തുവാനുള്ള ഏറ്റവും ഫലപ്രദമായ ശുശ്രൂഷ, സ്തോത്രം, എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ അവരുടെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുക എന്നത് തന്നെയാണ്. ഒരുവൻ നമ്മുടെ ക്രിസ്തുവിൻ്റെ ആ നിസ്തുലമായ മഹത്വത്തെ ദർശിച്ചാൽ പിന്നെ അവനെ വിട്ടുപോയില്ലാരും. സ്തോത്രം. നമുക്കും വേണ്ടത് അത് തന്നെയാണ്. ക്രിസ്തു ദർശനം, ക്രിസ്തു മാഹാത്മ്യം, അതിൻ്റെ തനിമയോടെ ദർശിപ്പാൻ നമുക്ക് സാധിക്കണം. ആവർത്തിക്കട്ടെ, ക്രിസ്തു മാഹാത്മ്യം അതിൻ്റെ തനിമയോടെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കണം. We should be able to behold the glory of Christ, the majesty of the Messiah, without losing a bit of it. Stotram. Praise God. അതുകൊണ്ട് നമ്മുടെ ആവോളം
സന്ദേശങ്ങളിലും പ്രാർത്ഥനകളിലും പ്രബോധനങ്ങളിലും പിന്നെന്താ പാട്ടുകളിലുമൊക്കെ ക്രിസ്തുവിനെ ഉയർത്തുന്നതായിരിക്കണം. സ്തോത്രം. ക്രിസ്തുവിനെ ഉയർത്തുന്നതായിരിക്കണം. ക്രിസ്തു മാഹാത്മ്യ വർണ്ണനയായിരിക്കണം നമ്മുടെ പാട്ടുകളുടെയും പ്രസംഗങ്ങളുടെയും ഒക്കെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഇത്രയും വ്യക്തമാണോ? സ്തോത്രം. ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുള്ള ഭാഗമുണ്ടോ? ഇല്ല എന്ന് യാ അങ്ങനെയാണെങ്കിലേ ഇപ്പോൾ വേദികളിൽ മുഴങ്ങി കേൾക്കുന്ന ഈ മെസ്സേജുകളും ആ കാര്യങ്ങളും ഈ ക്രിസ്തു വർണ്ണനയ്ക്ക് മാറിപ്പോലെ അടിസ്ഥാന കാരണം എന്തായിരിക്കും? നമ്മുടെ ലക്ഷ്യം മാറിപ്പോയി. ആൾക്കാർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് അവർക്ക് കൊടുത്തു തുടങ്ങി. മുമ്പൊരിക്കൽ നമ്മുടെ ഇടയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഹോട്ടൽ വേഴ്സസ് ഹോസ്പിറ്റൽ. ചിലർക്കെങ്കിലും ഓർമ്മ കാണും ചിലപ്പോൾ. ഹോട്ടലും ഹോസ്പിറ്റലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ഹോട്ടലിൽ നമ്മൾക്കാവശ്യമുള്ളത് അങ്ങോട്ട് ആവശ്യപ്പെടുന്നു, നമ്മൾ പറയുന്നത് അവരുണ്ടാക്കി തരുന്നു. ഹോസ്പിറ്റൽ നേരെ തിരിച്ചാ. അങ്ങോട്ട് ചെന്ന് 2 ബ്രൂഫിൻ വേണമെന്ന് പറഞ്ഞാൽ എടുത്തു തരാൻ അവിടെ ആരുമില്ല, ആരും തരത്തില്ല. എൻ്റെ CT സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞ് എന്നാൽ എടുക്കത്തില്ല, അവർ പറയും ഇങ്ങോട്ട്. നമ്മുടെ സഭകളും നമ്മുടെ പ്രസംഗവേദികളുമൊക്കെ ഇതുപോലെയുള്ള ഹോസ്പിറ്റൽസ് ആയിരുന്നു ഒരു കാലത്ത്, എപ്പോഴും ആയിരിക്കുകയും വേണം. പക്ഷേ ഇപ്പോൾ അതല്ല. ജനത്തിന് കൊതിയുള്ളത് അവരാഗ്രഹിക്കുന്നത് പോലെ മസാല കൂട്ടിയും കുറച്ചുമൊക്കെ അവർക്കുണ്ടാക്കി കൊടുക്കുന്നു. അത് സഭയല്ല, അത് ആശുപത്രിയല്ല, അത് ഹോട്ടലാണ്. നമ്മുടെ വേദികളിൽ, നമ്മുടെ സഭകളിൽ നാം അങ്ങനെ കൊടുക്കാൻ തുടങ്ങി. അതിന് ലക്ഷ്യം ആളിനെ കൂട്ടുക, ക്രൗഡ് പുള്ളിങ് ലക്ഷ്യമായി മാറി. ഇന്നൊരു കൺവെൻഷൻ നടത്തിക്കോ കോൺഫറൻസ് നടത്തിക്കോ, അമേരിക്കയിലൊക്കെ ഇപ്പം കോൺഫറൻസുകളുടെ സമയമാണ്. പ്രധാനപ്പെട്ടതൊക്കെ കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം 2 വർഷത്തിലൊരിക്കലൊക്കെ ആക്കി, അതുകൊണ്ട് ചിലതൊക്കെ കുറവായപ്പോൾ. സക്സസിന്റെ പ്രധാനപ്പെട്ട അടയാളമെന്ന് പറയുന്നത് ഹാജർ എത്രയുണ്ട്, എത്ര പേര് സംബന്ധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ട്രെൻഡും അതാണല്ലോ. വ്യൂവേഴ്സ് എത്ര ഉണ്ട്, ഷെയർ എത്ര ഉണ്ട്, തംസപ്പ് എത്ര ഉണ്ട്, ലൈക്സ് എത്ര ഉണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈവൻ മോണിറ്റൈസേഷനും. ഈ ഒരു സംഗതി നമ്മുടെ ശുശ്രൂഷകളിൽ കയറിക്കൂടി. ഇപ്പൊ ജനത്തിന് ഇഷ്ടമുള്ളത് കൊടുക്കാൻ തുടങ്ങി. അപ്പോസ്തലൻ അതേ സംബന്ധിച്ച്, പൗലോസ് അപ്പോസ്തലൻ അതേ സംബന്ധിച്ച് നമുക്ക് താക്കീത് തന്നിട്ടുണ്ട്. കാതുകൾക്ക് ഇമ്പമായിട്ടുള്ളത്, ചെവി ചൊറിയുമ്പോഴത്തെ സുഖം പോലെ കർണരസമാകുമാറെന്ന് പൗലോസ് പറയുന്നു. കേൾക്കാൻ സുഖമുള്ളത്, കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് എക്കാലത്തുമുണ്ട്. ജനം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്. സ്തോത്രം.
രണ്ടാമത്, ഈ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിന് പകരം നമ്മുടെ വേദികളും സഭകളും ഹോട്ടലുകളായി അധപ്പതിച്ചു. ഹോട്ടൽ മോശമാണെന്നല്ല, ആത്മീയ വിഷയത്തിലാണ് പറയുന്നത്, അധപ്പതിച്ചു. മൂന്നാമത്, ലക്ഷ്യമെന്ന് പറയുന്നത് ക്രൗഡ് പുള്ളിംഗ് ആയി, ആളിനെ കൂട്ടുക എന്നതായി. അപ്പം ആളിനെ കൂട്ടണമെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് വിളമ്പണം. അതിന് പ്രസംഗകരും അവരുടെ ശൈലി മാറ്റി, ചുരുക്കം ചിലരൊഴിച്ചാൽ ശൈലി മാറ്റി. സ്തോത്രം. വിടുതൽ, ദൈവപ്രവൃത്തി, വിഷയത്തിന്മേൽ ഇറങ്ങി വരും, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ നമ്മുടെ ഇടയിലെ പ്രധാന പ്രയോഗങ്ങളല്ലേ. ആവർത്തിച്ച് നമ്മളതൊക്കെയാണ് കേൾക്കുന്നത്. ദൈവിക വിടുതൽ വേണമെന്നോ ഇല്ലെന്നോ ഒന്നും അല്ല പറയുന്നത്. അതിലൊക്കെ ഒരുപക്ഷെ ഈ പറയപ്പെടുന്ന പ്രസംഗകരെക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം മാറി, ആളിനെ കൂട്ടുക, ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത് കൊടുക്കുക. പാപബോധം വരുത്തുക എന്ന ഒരു ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോയി. പാപിക്ക് പാപബോധം വരുത്തുന്ന ഒരു ശുശ്രൂഷയായി നമ്മുടെ ശുശ്രൂഷാവേദികൾ മാറുന്നില്ല. മാനസാന്തരത്തിനു പകരം വിടുതലുകൾ വിടുതലുകൾ വിടുതലുകൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു കലണ്ടർ കണ്ടു. കലണ്ടർ കണ്ടപ്പം കുറച്ച് അല്പസമയം ഞാൻ ഫ്രീ ആയിരുന്നു. ഇപ്പം കലണ്ടർ കണ്ടപ്പോൾ ഞാൻ അടുത്ത് പോയി പേജുകളൊക്കെ ഒന്ന് മറിച്ച് നോക്കി കലണ്ടറിൻ്റെ. അപ്പോൾ അതിൽ ഒരു ചർച്ചിൻ്റെ അതിൻ്റെ പ്രോഗ്രാമുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് വായിച്ചു നോക്കി. ഞായറാഴ്ച രാവിലെ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ സൺഡേ സ്കൂൾ, ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ സഭായോഗം, ഇങ്ങനെ ലിസ്റ്റുകളൊക്കെ കൊടുത്തിട്ട് ഡെലിവറൻസ് മിനിസ്ട്രി മാസത്തിൽ ഒരു ദിവസം ഡേറ്റ് അതിൻ്റെ എഴുതിയിട്ടുണ്ട്, 2-ാം ശനിയാഴ്ചയോ അങ്ങനെ അങ്ങോട്ടൊരു ഇത്, ഡെലിവറൻസ് മിനിസ്ട്രി. അന്നേരം എനിക്ക് ഞങ്ങളുടെ പഴയ ഓവർസിയർ പറഞ്ഞൊരു കാര്യം ഓർമ്മ വന്നു. ഞാനൊരിക്കൽ ഞങ്ങളുടെ ചർച്ചിൻ്റെ ഓഫീസിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അന്നത്തെ ഓവർസിയറും ഓഫീസിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, എന്തോ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഓവർസിയർ പറഞ്ഞു, ആ ചർച്ചിലൊരു പാസ്റ്റർ, ഞങ്ങളുടെ റീജിയണിലൊരു പാസ്റ്റർ, വടക്കേന്ത്യയില്ല, അദ്ദേഹം എല്ലാ മാസവും റിപ്പോർട്ട് കൊടുക്കുന്ന ഇതിൽ എഴുതി, ഡെലിവറൻസ് മിനിസ്ട്രി ആദ്യമായിട്ട് ഇവിടെ തുടങ്ങി ചെയ്തു. അപ്പം ഞങ്ങളുടെ ഓവർസിയറെ തിരിച്ചു ചോദിച്ചു, ഇപ്പം എത്ര വർഷമായി പാസ്റ്റർ ശുശ്രൂഷിക്കാൻ തുടങ്ങിയിട്ട്? ഇത്ര വർഷം. ഇപ്പം ഇത്രയും വർഷത്തെ ശുശ്രൂഷയിൽ ഒരു ഡെലിവറൻസും നടന്നില്ലായിരുന്നു. നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും ഈ ഡെലിവറൻസ് നടക്കണം. എന്തോ ഈ ഡെലിവറൻസ്? ഒത്തിരി ഡെലിവറൻസ് ഉണ്ട്, ഒത്തിരി വിടുതലുണ്ട്. നമ്മളും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. ആ ഒരു പ്രാർത്ഥനാ ശൈലി നമ്മിലേക്ക് വന്നു. കർത്താവ്, ഇന്നത്തെ ശുശ്രൂഷ ഞങ്ങൾക്ക് വിടുതലും അനുഗ്രഹവുമായി തീരണേ. ഈ വാട്ട് ഡു വി മീൻ ബൈ ദിസ് വിടുതൽ? നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ വിടുതൽ എന്ന് പറയുന്നത് ശിക്ഷയിൽ നിന്നുള്ള പാപത്തിൽ നിന്നുള്ള വിടുതൽ, പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതൽ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നുള്ള വിടുതൽ, ഇങ്ങനെയുള്ള ഒത്തിരി വിടുതലുകളുണ്ട്. അതൊക്കെ നമുക്ക് ലഭിച്ചതല്ലേ? ഇപ്പോഴും തീർച്ചയായിട്ടും നമ്മളിപ്പോഴും പഠിക്കാൻ പോവുക വിശുദ്ധീകരണത്തിന്റെ അവസ്ഥ. അത് നമ്മൾ തികഞ്ഞിട്ടില്ല. ആ അർത്ഥത്തിലാണോ വിടുതൽ ഉദ്ദേശിക്കുന്നത്? നല്ല കാര്യം, അതിൽ തെറ്റില്ല. അപ്പോൾ നമ്മൾ ജനത്തിന് വിടുതൽ 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 എന്നുള്ളൊരു നിലയിലേക്ക് മാറി. മാനസാന്തരം ലക്ഷ്യമല്ലാതെയായി, പാപബോധം ലക്ഷ്യമല്ലാതെയായി.
പാപം ചെയ്തിട്ട് വന്നിരിക്കുന്നവൻ്റെയും തലയിൽ കൈവച്ചോ അല്ലെ പേര് വിളിച്ചോ ദൈവം നിന്നെ വിടുവിക്കാൻ പോകുന്നെന്ന് പറയുക. അവന് പാപബോധം വരുത്തുന്നില്ല. നല്ല മാതൃകകൾ സ്നാപക യോഹന്നാൻ. ഹെരോദാവിനോട് മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നീ ചെയ്യുന്നത് പാപമാണ്. രണ്ട് കൈയിലും ചങ്ങലയിട്ട്, ഒരുപക്ഷെ കാലിലും ചങ്ങലയിട്ട് കിടക്കുന്ന ഒരു കൊച്ചു മനുഷ്യൻ പൗലോസ് മഹാരാജാവിൻ്റെ മുമ്പിൽ നിന്ന് ഒറ്റ പ്രസംഗം, 3 വിഷയം ഒറ്റ പ്രസംഗത്തിനകത്ത്. എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ? ഇന്ദ്രിജയം, വരുവാനുള്ള ന്യായവിധി, നീതി. നീതി. നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഇന്ദ്രിയജയത്തെക്കുറിച്ചും ഒക്കെ പ്രസംഗിച്ചപ്പം രാജാവ് ഇടയ്ക്ക് കയറി പറഞ്ഞു, സ്റ്റോപ്പ്, ഇപ്പം നേരെയില്ല, സമയമുള്ളപ്പം നിന്നെ വിളിപ്പിക്കാം, തിരിച്ചു പോക്കളാൻ, ജയിലിലോട്ടെ, സെല്ലിലോട്ട് തിരിച്ചു പോക്കളാൻ. നമ്മുടെയും പ്രസംഗം ഇടയ്ക്ക് നിർത്തിച്ചോട്ടെന്നേ, സഭയിൽ നിന്ന് തന്നെ ഇടയ്ക്ക് നിർത്തിച്ചോട്ടെ. പക്ഷെ ഇതായിരിക്കണം നമ്മുടെ പ്രസംഗം. ഇതിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോയി. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങളാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രസംഗങ്ങളിൽ നിന്നും പാട്ടുകളിൽ നിന്നും ശുശ്രൂഷകളിൽ നിന്നുമൊക്കെ നമ്മുടെ സഭകൾ വ്യതിചലിച്ചു പോകാനുള്ള കാരണം. ആള് കുറഞ്ഞാലും വേണ്ടില്ല, നമുക്ക് ലൈക്സും ഷെയറും ഒന്നും അധികം കിട്ടിയില്ലേലും വേണ്ടില്ല, ഈ വിഷയങ്ങളോട് നമ്മൾ നീതി പുലർത്തണം. ക്രിസ്തുവിനെ നമ്മൾ ഉയർത്തണം. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ശുശ്രൂഷയിൽ നിന്നും പ്രസംഗത്തിൽ നിന്നുമൊക്കെ ഇന്നത്തെ നമ്മുടെ വേദികൾ മാറിപ്പോകാൻ ഇതൊക്കെയാണ് കാരണം. കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ കർത്താവിനെ കുറിച്ച് കേൾക്കുന്നതൊന്നും വലിയ ആവേശകരമല്ല. സ്തോത്രം. അതേസമയം നമ്മെക്കുറിച്ച് തന്നെ കേൾക്കുന്നത് നമുക്ക് ഭയങ്കര ആവേശകര. കുറച്ചാൾ മുമ്പ് ഒരാൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ പോലെ ഈ ആവേശവും പരവേശവും ഒക്കെയാ നമ്മളെക്കുറിച്ച് തന്നെ കേൾക്കുമ്പോൾ. എന്നാലല്ല, ക്രിസ്തുവിനെ കുറിച്ചുള്ള, നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ശ്രേഷ്ഠതയിൽ സന്തോഷിപ്പാൻ, പ്രശംസിപ്പാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ, മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും കൂടെ ഒന്ന് സംസാരിച്ചപ്പം പറഞ്ഞ പോലെ ഇന്ത്യ ഇതുവരെയും ലോകകപ്പ്, ഫുട്ബോൾ ലോകകപ്പ് കളിച്ചിട്ടില്ല, ക്വാളിഫൈ ആയിട്ടില്ല. ഈ പ്രാവശ്യം ഇന്ത്യയൊന്നും ഇല്ലായിരുന്നു. എന്നിട്ടും ഇന്ന് വെളുപ്പാങ്കാലത്ത്, ഇന്ത്യയിലെ ഇന്നത്തെ വെളുപ്പാങ്കാലത്ത് രാത്രി, ഇന്ന് വെളുപ്പിന് രാത്രി 12:30 തൊട്ട് വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നതിൻ്റെ പേരിൽ കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി കൊടുത്തു. നമ്മുടെ കളിക്കാരും ഇല്ലായിരുന്നു, നമ്മുടെ രാജ്യം ഇല്ലായിരുന്നു അതിനകത്ത്. എന്നിട്ടും എന്തോ കേരളക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ള ഒരു കളിക്കാരൻ ചിലപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നിരിക്കും. ആ കളിക്കാരൻ ഉള്ളത് കൊണ്ട് ആ രാജ്യത്തിന് പിന്തുണ കൊടുത്തു കാണും. ആ കെയർ ഓഫിൽ ഇതുപോലെ ആ ഒരാളിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തെക്കുറിച്ച്, ആ ഒരു ടീമിനെ കുറിച്ചുള്ള ഒരു ഫാൻ വേൾഡ് പോലെ, അതിനെക്കുറിച്ച് കാണുന്നതും കേൾക്കുന്നതും ആവേശകരമാകുന്നത് പോലെ, എങ്കിലും നമ്മുടെ കർത്താവിനെക്കുറിച്ച്
അറിയുന്നതും കേൾക്കുന്നതും ഒക്കെ നമുക്ക് ആവേശം പകർന്നായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നേനെ. ചില സമയത്തൊക്കെ വളരെ വിഷമം തോന്നാറുണ്ട്. കർത്താവിനെ എത്ര വർണ്ണിച്ചാലും കേൾവിക്കാർക്ക് യാതൊരു കൂസലും ഇല്ല. അതേസമയം ഒരല്പം വൈബ്രേഷൻ ഇട്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം മാറും. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ കേൾക്കാൻ ഒത്തിരി ആഗ്രഹം, സന്തോഷം തരുന്നത് കർത്താവിനെ പറ്റിയല്ല. അതിന് കാരണം ഇത്രേ ഉള്ളൂ, കർത്താവിനോട് നമുക്ക് വലിയ ബന്ധമൊന്നുമില്ല. ഇപ്പൊ മെസ്സിയോടുള്ള താല്പര്യം കൊണ്ടാണ് പലരും അർജന്റീനയെ പിന്താങ്ങുന്നത്. ആ ഒരൊറ്റ വ്യക്തിയോടുള്ള താല്പര്യ, അല്ലാതെ രാജ്യത്തോടുള്ളതൊന്നുമല്ല. ആ കളിക്കാരൻ മറ്റൊരു ടീമിൽ പോയാൽ ആ ടീമിനെ ആയിരിക്കും. അപ്പോൾ ഇവർക്ക് ആ ഒരു വ്യക്തിയോട് അത്രയ്ക്ക് ഭയങ്കര ആരാധന തോന്നുന്നത്. യേശു കർത്താവിനോട് നമുക്ക് അങ്ങനെയെങ്കിലും ഉള്ള ഒരു ആരാധന തോന്നിയാൽ നമ്മൾ ഓടി നടക്കും നമ്മുടെ കർത്താവിനെ പറ്റി കേൾക്കാൻ. അതിൽ നമ്മൾ പുളകിതരാകും, നമ്മളതിൽ ആനന്ദം കൊള്ളും. ഇപ്പൊ കർത്താവിനോട് നമുക്ക് വ്യക്തിപരമായ ബന്ധമില്ലാത്തതാണ് കർത്താവിനെ പറ്റി, യേശുവിനെ പറ്റി കേൾക്കുന്നത് ആവേശകരം അല്ലാതാകാൻ കാരണം. ഇക്കാര്യങ്ങൾ മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. എതിരഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും സ്വാഗതം ചെയ്യുന്നു. അല്ല, ഇതിനോടെന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ഉണ്ടെങ്കിലും സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? സ്തോത്രം. പ്രൈസ് ഗാഡ്. ഇപ്പൊ നമ്മളെങ്കിലും, താങ്ക് യു ആൾ, നമ്മളെങ്കിലും ജനത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കേൾക്കാൻ കുറച്ചു പേർക്ക് താല്പര്യമുള്ളെങ്കിലും ഹോട്ടൽ നടത്താതെ ഹോസ്പിറ്റൽ നടത്തുക. അവർക്കിഷ്ടമുള്ളത് കൊടുക്കാതെ അവർക്ക് വേണ്ടത് കൊടുക്കുക. അവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാതെ അവർക്ക് വേണ്ടത് കൊടുക്കുക. പിള്ളേർക്കിഷ്ടം ഫാസ്റ്റ് ഫുഡ് ആയിരിക്കും. പക്ഷേ പിള്ളേരെ അവരുടെ ആരോഗ്യത്തെയും ഒക്കെ കരുതുന്ന മാതാപിതാക്കൾ ഫാസ്റ്റ് ഫുഡും ടിൻ ഫുഡും ഒന്നും ആയിരിക്കത്തില്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അവർക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിലും അവർക്ക് ആവശ്യമുള്ളത് ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കും കൊടുക്കുക. നമുക്ക് ഇത് തന്നെ ചെയ്താൽ മതി. ഒത്തിരി വിഭവങ്ങളൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ടെങ്കിലും ഒരു ഡയബറ്റിക് രോഗി, ഒരു പ്രമേഹ രോഗി ഇഷ്ടമുള്ള ഒത്തിരി മധുര വിഭവങ്ങളുണ്ടെങ്കിൽ അതൊന്നും തൊടാതെ അത്ര രുചികരമല്ലാത്ത, ചിലപ്പോൾ കയ്പുള്ള, കവർപ്പുള്ള സാധനങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നത് പോലെ നാമും ആത്മീയ വിഷയങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നവരാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സ്തോത്രം. മറ്റെന്തെങ്കിലും? സ്തോത്രം. ശരി, മറ്റൊന്നുമില്ലെങ്കിൽ നമ്മുടെ സഭകളും നമ്മുടെ പ്രസംഗവേദികളും ശുശ്രൂഷാവേദികളുമൊക്കെ ഹോസ്പിറ്റലുകളായി ജനത്തിന് വേണ്ടത് നിർബന്ധിച്ചായാലും കൊടുക്കുന്നവരാകട്ടെ.
രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ സഭായോഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ സഭായോഗം നടക്കുന്ന സ്ഥലത്തിൻ്റെ വാതിൽക്കൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസരണം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ കൊടുക്കുന്ന ഒരു ടീം വന്നിട്ടുണ്ട്. ചർച്ചിൽ നിന്നും ഇറങ്ങി പുറത്തോട്ട് പോയ സകല കുഞ്ഞുങ്ങളെയും പിടിച്ച് വായിൽ കൊടുക്കേണ്ടത് വായിൽ ഒഴിച്ചു കൊടുത്തു. തുള്ളിമരുന്ന്. ചില കുഞ്ഞുങ്ങൾ കിടന്ന് കരയുക. പക്ഷേ അപ്പനും അമ്മയും കൈയും കാലും ഒക്കെ പിടിച്ചു വെച്ചു കൊടുത്തു. വായിലൊഴിച്ചിട്ട് തുപ്പുന്നവരുടെ ആണെങ്കിൽ കുഞ്ഞുങ്ങളുടെ മൂക്കെ പിടിച്ചു. സ്വന്തം കുഞ്ഞുങ്ങളുടെ കൈക്കുഞ്ഞുങ്ങളുടെ മൂക്ക് പിടിച്ച് ശ്വാസം മുട്ടിച്ച് ഈ കൊടുത്ത മരുന്ന് ഇറക്കിച്ചു. എന്തൊരു നിർബന്ധപൂർവമായ മരുന്ന് കൊടുപ്പ. പക്ഷേ അതവരെ കൊല്ലാനല്ല, അവർക്കത് ഇഷ്ടമല്ലെങ്കിലും അവരുടെ ജീവൻ നിലനിർത്താൻ, ആരോഗ്യത്തോടെ നിലനിർത്താനുള്ള മരുന്നുകൾ കൊടുക്കുക. ഇതുപോലെ നമ്മുടെ ഇടയിലും വേണം. സ്തോത്രം. എല്ലാവരും ഒരുപക്ഷെ ഇഷ്ടത്തോടെ ഈ ഭോജനം കഴിച്ചെന്ന് വരില്ലെങ്കിലും അതവർക്ക് ആരോഗ്യത്തിന് ആവശ്യമാണെന്നറിഞ്ഞ് അത് തന്നെ കൊടുക്കാനും അത് തന്നെ കഴിക്കുവാനും നാം ഉദ്യമിക്കുക എന്ന് പറഞ്ഞ് ആ ഭാഗം വിട്ടുകൊള്ളട്ടെ. സ്തോത്രം. മറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് മടങ്ങി വരാം. നാം എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ആ ഭാഗങ്ങളിലാണ് യേശുക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ എന്ന ഒരു വസ്തുത കാണുന്നത്. സ്തോത്രം. മോശയേക്കാൾ യേശു ശ്രേഷ്ഠൻ. ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ പല സംഗതികൾ കണ്ടു. സ്തോത്രം. അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 3:1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അവിടെ 3-4 കാര്യങ്ങളാണ് 1-ാം വാക്യത്തിലുള്ളത്. അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് എന്നതിൻ്റെ അർത്ഥം 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലും കണ്ടിരുന്നല്ലോ. അതോ 16-ാം വാക്യത്തിലായിരുന്നു? 17-ൽ. അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും. ഇറ്റ്സ് എ വേർഡ് ഓഫ് കൺക്ലൂഷൻ. ഒരു ഉപസംഹാര പ്രയോഗമാണ് 3-1 കാണുന്ന അതുകൊണ്ട്. therefore. That means whatever so far said. ഇതുവരെ പറഞ്ഞവ നിമിത്തം ഒരു ഉപസംഹാരമാണ്. ഇതുവരെ പറഞ്ഞതെന്തുവാ? യേശുവിൻ്റെ ശ്രേഷ്ഠത, യേശുവിൻ്റെ ജഡ സ്വീകരണം, യേശുവിൻ്റെ ക്രൂശ് മരണം, ആ ക്രൂശ് മരണത്തിനുള്ള കാരണങ്ങൾ, അത് നിമിത്തം നമുക്ക് ലഭിച്ച പ്രയോജനങ്ങൾ, ഇവയെല്ലാം കൂടെ വിവരിച്ചതിന് ശേഷം അതുകൊണ്ട് ആ 2-ാം അധ്യായത്തിൽ അല്ലെങ്കിൽ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും ക്രിസ്തുവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ച് ഉപസംഹരിച്ചു കൊണ്ട് പറയുന്നു. അതുകൊണ്ട് യേശു ജഡത്തിൽ വന്നതുകൊണ്ട്, യേശു നമ്മെ ശുദ്ധീകരിക്കുന്നത് കൊണ്ട്, യേശു നമ്മെപ്പോലെ ജഡം ധരിച്ചതുകൊണ്ട്, തൻ്റെ മരണത്താൽ പിശാചിനെ നീക്കിയതുകൊണ്ട്, നമ്മെ സ്വതന്ത്രരാക്കിയതുകൊണ്ട്, നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഒക്കെ അതുകൊണ്ട് 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 മനസ്സിലായല്ലോ. സ്തോത്രം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാർ. 2-ാമത്തെ കാര്യം, 1-ാം വാക്യത്തിൽ പറയുന്ന 2-ാമത്തെ കാര്യം നമ്മെ അവിടെ പരിചയപ്പെടുത്തുന്നു. അവർ ഇൻട്രൊഡക്ഷൻ ഓർ അവർ ഐഡന്റിറ്റി.
നമ്മൾ ആരാണെന്ന് അവിടെ പറയുന്നു. രണ്ട് കാര്യങ്ങൾ. നാം ആരാണ്? അതുകൊണ്ട് വിശുദ്ധ സഹോദരൻ. ആ അല്ലെങ്കിൽ അതിനെ വീണ്ടും വിഭജിക്കാം. വിശുദ്ധന്മാരാണ്, സഹോദരന്മാർ. പുല്ലിംഗത്തിലല്ല അവിടെ കൊടുത്തിരിക്കുന്നത്, മലയാളത്തിൽ എങ്ങനെയാണെങ്കിലും ബ്രദറൻ, സഹോദരങ്ങൾ എന്നാണ്. മൂന്നാമത് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. അല്ലേ? ഈ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. സ്തോത്രം. നാം ആരാണ്? അവർ ഐഡന്റിറ്റി. We are holy people or saints, വിശുദ്ധന്മാർ. രണ്ട്, ബ്രദ്രൻ, സഹോദരങ്ങൾ. Then partakers of heavenly calling, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ. സ്തോത്രം. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. നാമും നമ്മെപ്പറ്റി തന്നെ മനസ്സിലാക്കേണ്ട മൂന്ന് കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ ആര്? വിശുദ്ധന്മാർ. എന്താ വിശുദ്ധൻ എന്നതിൻ്റെ അർത്ഥം? നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ കണ്ടതാണത്. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ഒരുവനല്ലോ പിതാവ് എന്ന വാക്യം പഠിച്ചപ്പോൾ വിശുദ്ധൻ എന്നതിൻ്റെ അർത്ഥം പഠിച്ചിരുന്നു. മറന്നിട്ടില്ലായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഓർമ്മയുണ്ടോ? വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധം എന്നതിൻ്റെ അർത്ഥം പ്രത്യേക ആവശ്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ. പ്രൈസ് ഗാഡ്. ആംപ്ലിഫൈഡ് വേർഷൻ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചോളൂ. ഇംഗ്ലീഷിന്റെ ആംപ്ലിഫൈഡ് വേർഷൻ 1-ാം വാക്യം. So, brethren, yes, please. So then, brethren, consecrated and set apart for God, who share. Enough. Consecrated and set apart for God. ചില വേർഷൻസിൽ കാണുന്നത് കമ്മിറ്റഡ് ഓർ ഡെഡിക്കേറ്റഡ് ഫോർ എന്നാണ്. സ്തോത്രം. Wherefore, brethren, set apart ones for God and his service. സ്തോത്രം. ഇപ്പോൾ വിശുദ്ധ സഹോദരന്മാർ, വിശുദ്ധർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്, ദൈവത്താലും ദൈവത്തിനു വേണ്ടിയും വേർതിരിക്കപ്പെട്ടവർ, പ്രത്യേകമായ ഉദ്ദേശങ്ങൾക്കായി വേർതിരിക്കപ്പെട്ടവർ. നമ്മളതിൽ 4-5 കൂട്ടം കാര്യങ്ങൾ ചേർത്ത് വെച്ചായിരുന്നു 2-ാം അധ്യായത്തിൽ പഠിച്ചത്. അധിക ദിവസമായിട്ടില്ലല്ലോ ആ പഠനം നടത്തിയിട്ട്, അതുകൊണ്ട് ആവർത്തിക്കണ്ട എന്നാണ് ഞാൻ കരുതുന്നത്. സ്തോത്രം. 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ ആ കാര്യം കണ്ടിരുന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ഒരുവനല്ലോ പിതാവെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ച ആ ഭാഗത്ത് വിശുദ്ധീകരണം, വിശുദ്ധീകരണത്തിൻ്റെ ഏജൻസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തിൻ്റെ മാധ്യമങ്ങൾ, എങ്ങനെയാണ് ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചിരുന്നു. ഓർമ്മ കാണുമല്ലോ. ഇല്ലെങ്കിൽ ഒന്ന് പുറകോട്ട് നോട്ട്സ് നോക്കിയാൽ മതി. എനിക്കൊന്ന് 1-2 ആഴ്ചയായി കാണും അല്ലേ? സുജേന്ദർ പറഞ്ഞേ. കഴിഞ്ഞ ജൂൺ മാസം 8-ാം തീയതി മുതലുള്ള നോട്ട്സ് ആണ്. ഓക്കെ. ജൂൺ 8 മുതൽക്കുള്ള ആ ദിവസങ്ങളിലെ നോട്ട്സ്
ഒന്ന് നോക്കിയാൽ മതി, അല്ലെ റെക്കോർഡിങ്സ് കേട്ടാൽ മതി, അതിൻ്റെ വിശദീകരണം കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ആവർത്തിക്കേണ്ടതില്ല. ഇത്രമാത്രം ഹാഗിയോസ് ഹാഗിയോസ്മോസ് എന്ന ഒരു ഗ്രീക്ക് പദമാണല്ലോ വിശുദ്ധി എന്നതിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൻ്റെ 3 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്: സെറ്റ് അപ്പാർട്ട്, ഡിഫറൻസ് എന്ന 2 അർത്ഥങ്ങൾ. ആ വിശുദ്ധി എന്നതിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ പറയുന്ന 2 കാര്യങ്ങൾ: ഒന്ന്, വേർതിരിക്കപ്പെടുക. നമ്മുടെ പെന്തക്കോസ്ത് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ വേർപാട്. മറ്റൊന്നാണ് വ്യത്യാസം, ഡിഫറൻസ്. വിശുദ്ധിയുടെ 2 അനിവാര്യമായ ഘടകങ്ങളാണിത്: വേർപാടും വ്യത്യസ്തതയും അഥവാ വ്യത്യാസവും. മൂന്നാമത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് വിശുദ്ധിയുടെ വിപരീത പദം. ഓർമ്മ കാണുമല്ലോ, സാമാന്യം, കോമൺ, സർവസാധാരണം, സാമാന്യം. So a separation from the filthiness, separation from defilements, separation from even the secular ones, separation from the very common things, and also having a specific difference. Separate even from the common, even from the ordinary. ഈ 3 പദങ്ങൾ ഓർത്താൽ മതി. വിശുദ്ധി അല്ലെങ്കിൽ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ എന്ന് പറയുമ്പോൾ: 1, വേർപാട്; 2, വ്യത്യാസം; 3, സാധാരണമായതിൽ നിന്നുപോലുമുള്ള വേർപാട്. അത് പാപമോ അശുദ്ധമോ അല്ലെങ്കിലും അത് സാധാരണമോ, അതിൽ നിന്ന് പോലും നമ്മൾ വ്യത്യസ്തരായി മാറി നിൽക്കുക. അപ്പോൾ ഇവിടെ നമ്മെ സംബോധന ചെയ്യുകയാണ്: നമ്മൾ ആരാണ്? വിശുദ്ധന്മാർ. വി ആർ സെയിൻസ് ഓഫ് ഗാഡ്. നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധന്മാരാണ്. Also we are saints unto God. ദൈവത്തിനും വിശുദ്ധന്മാരാണ്. ദൈവത്തിൻ്റെ വിശുദ്ധന്മാരും ദൈവത്തിന് വിശുദ്ധന്മാരുമാണ് നാം. വേർതിരിക്കപ്പെട്ടവരാണ് നാം. സ്തോത്രം. ലോകത്തിൽ നിന്ന് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചു. സ്തോത്രം. അപ്പോൾ വിശുദ്ധ സഹോദരന്മാർ, വിശുദ്ധ എന്നതിൻ്റെ അർത്ഥതലങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. സ്തോത്രം. നമ്മൾ 2-ാം അധ്യായത്തിൽ നിന്ന് പഠിച്ച മറ്റൊരു കാര്യമുണ്ട്. ഈ വിശുദ്ധീകരണത്തിൻ്റെ 2-3 അവസ്ഥകൾ. നമ്മൾ വിശുദ്ധന്മാരാണോ? അതെ, നമ്മൾ വിശുദ്ധന്മാരാ. എങ്ങനെയല്ല നമ്മൾ പക്ഷെ വിശുദ്ധന്മാർ? Are we complete in our holiness? Perfect in holiness? No. അല്ല, നമ്മൾ വിശുദ്ധിയിൽ തികഞ്ഞവരല്ല. 2, Are we practically holy? പ്രായോഗികമായി പ്രവൃത്തിയിൽ നമ്മൾ പൂർണ്ണ വിശുദ്ധരാണോ? അല്ല. പിന്നെ then how are we holy? നാം പിന്നെ എങ്ങനെയാണ് വിശുദ്ധ സഹോദരങ്ങളാകുന്നത്? Positionally. Yes. Positionally we are sanctified. We are made holy. നാം യേശുക്രിസ്തുവിൽ ആ പദവി വെച്ചുകൊണ്ടാണ് വിശുദ്ധന്മാർ. സ്തോത്രം. നമ്മൾ വിശുദ്ധിയിൽ തികഞ്ഞവരായിട്ടില്ല.
പ്രായോഗികമായി നമ്മൾ പൂർണ്ണ വിശുദ്ധരല്ല, പക്ഷേ ക്രിസ്തുവിൽ സ്ഥാനീയമായി, പൊസിഷണലി we are sanctified and we are holy. സ്തോത്രം. വിശദീകരണം കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെയാകാം. സ്തോത്രം. അങ്ങനെ ക്രിസ്തുവിൽ നമ്മെ വിശുദ്ധീകരിച്ചതുകൊണ്ട് നാം ഇന്ന് വിശുദ്ധന്മാരാണ്. അതുകൊണ്ടാണ് കൊരിന്ത് സഭയിലെ വിശ്വാസികളെയും പൗലോസ് സംബോധന ചെയ്യുന്നത് ഈ ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരെന്ന, വിശുദ്ധന്മാരെന്ന. നാമും ആ നിലയിൽ വിശുദ്ധന്മാരാണ്, നീതിമാന്മാരാണ്. ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടതിനാൽ നീതിമാന്മാർ, ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടതിനാൽ വിശുദ്ധന്മാർ. പ്രായോഗികമായും നമുക്ക് ആ വിശുദ്ധീകരണത്തിൻ്റെ തികവിലേക്ക് എത്തണം. എങ്കിലേ നമ്മുടെ കർത്താവിൻ്റെ വരവിൽ നാം എടുക്കപ്പെടുകയുള്ളൂ. അതിനായി ഈ വചനങ്ങളും നമുക്ക് മുഖാന്തരങ്ങളാകട്ടെ എന്ന് പറഞ്ഞും പ്രാർത്ഥിച്ചും കൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.